ഫാൻ സൈലൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും എളുപ്പമായിട്ട് എത്ര വലിയ ചട്ടിയും തൂക്കാൻ പറ്റിയൊരു ഹാങ്ങറാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇത് വളരെ ഈസിയാണ്. 5 മിനിറ്റ് സമയം കൂടെ വേണ്ട ഇതുണ്ടാക്കാൻ. നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കുന്നത് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്നൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ വ്യൂവേഴ്സ് 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കിയിടാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. 8 ഇഞ്ച് പോട്ട് വയ്ക്കാനുള്ള ഒരു ഹാങ്ങറാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിന് ആവശ്യമുള്ള റോപ്പിൻ്റെ എക്സാക്റ്റ് മെഷർമെൻറ്റ് നമുക്കിപ്പോൾ അറിയില്ല. അതുകൊണ്ട് നമ്മൾ 2.6 മീറ്റർ ലെങ്ത്തുള്ള 4 റോപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഊഹം വെച്ചിട്ട് മുറിച്ചതാണ്. ഇത് അധികമുള്ളത് നമുക്ക് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയാം. പക്ഷെ ചെറുതായി പോയാൽ ഇത് വേസ്റ്റായി പോവും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ള കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. നമുക്കിതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. ഇനി 4 കയറും ഒരുമിച്ച് പിടിച്ചിട്ട്, അതിൻ്റെ സെൻറ്ററാണിത്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സാധാരണ ഒരു കെട്ടിടാം. 4ഉം കൂടെ കൂട്ടി പിടിച്ച് ഇങ്ങനെ ടൈറ്റായിട്ടൊരു കെട്ടിടാം. ഇത് ചട്ടിയുടെ സെൻറ്ററിൽ വരുന്ന കെട്ടാണ്. പിന്നെ ഇതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് വെച്ചിട്ട് ഈ 4ലും ഓരോരോ കെട്ടും കൂടെ ഇടണം. ആ കെട്ടുകൾ ചട്ടിയുടെ അടിഭാഗത്തു നിന്ന് പുറത്തേക്ക് നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കെട്ടിടാൻ. അപ്പോൾ നിങ്ങൾക്കൊരു കോലം എന്തെങ്കിലും വെച്ചിട്ട് 4ഉം ഒരേ ഇതിൽ വരാൻ വേണ്ടിയിട്ട് ആ മെഷർമെൻ്റ് എടുക്കാം. ഇപ്പോൾ നമ്മൾ 4ലും ഓരോരോ കെട്ടിട്ടു. ഇനി ഇതേ ഡിസ്റ്റൻസിൽ വീണ്ടും ഇതേ പെയറിങ്ങിൽ തന്നെ ഓരോരോ കെട്ടും കൂടെ ഇടാം. ഇപ്പോൾ നമ്മൾ 2 നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് വേണ്ടത് പെയറിംഗ് ആയിട്ടുള്ള നോട്ടുകളാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ളത് പിടിച്ച് ഇതിൻ്റെ ഏതാണ്ട് ഒരു ഈ സൈസിലും കുറച്ച് കൂട്ടിയിട്ട്, ഡബിൾ വേണ്ട അതിനേക്കാൾ, പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വേണം. അങ്ങനത്തെ ആ ലെങ്ത്തിൽ വേണം അടുത്ത നോട്ടിടാൻ. അപ്പോൾ നോക്കിയിട്ട് നോക്കാം. ഇപ്പോൾ പെയർ ചെയ്തിട്ടുള്ള 4 നോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതേപോലെ ഒരു സെറ്റും കൂടെ ഈ പെയർ ചെയ്ത നോട്ട് വേണം. അത് അഡ്ജസൻറ്റ് സൈഡ് നമ്മൾ ഇതേപോലെ പെയർ ചെയ്യും. അത് ഈ സൈസിൽ തന്നെ നിങ്ങൾക്ക് ഇടാം. നിങ്ങളുടെ ചട്ടി ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈസിൽ വല്ല ചേഞ്ച് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. അപ്പോൾ അത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന് ചട്ടി ഒന്ന് വെച്ച് നോക്കുക. അല്ലെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ സെറ്റും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചട്ടി ഒന്ന് എടുത്ത് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യണമല്ലോ. അത് കറക്റ്റാണെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ അത് തൂക്കാനുള്ള ഹുക്ക് ഉണ്ടാക്കാം. ഇതിൻ്റെ പൊസിഷനൊക്കെ നേരെ കറക്റ്റാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മളുടെ നോട്ടിട്ടതൊക്കെ കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ്. ഇപ്പോൾ കണ്ടോ, ചട്ടി ചെരിയാതെ കറക്റ്റായിട്ട് വയ്ക്കുക. അതെല്ലാം പൊസിഷൻ കറക്റ്റാണ്. ഇനി നമ്മൾക്കിത് ഹാങ് ചെയ്യാനുള്ള ഹുക്ക് ഉണ്ടാക്കാം. ഇതാണ് നമ്മൾക്ക് തൂക്കാനുള്ള ലൂപ്പ് ഉണ്ടാക്കാനുള്ള പൊസിഷൻ. അത് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമുക്കതിൻ്റെ ലൂപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം.
അപ്പോൾ ആ ലൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ആ നോട്ട് ഇടാൻ വേണ്ടി വേറൊരു കയർ വേണം. അത് നേരെ പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെക്കുകയാണ്. ഇത് എത്ര ലെങ്ത്തിൽ നിങ്ങൾ ആ നോട്ട് ഇടണോ അതിനനുസരിച്ച് വേണം ഇത് മടക്കി വെക്കാൻ. നമ്മൾ കണ്ടോ ഇത് എത്ര നീളത്തിലാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ. എന്നിട്ട് ഇത് കൂട്ടി പിടിച്ചിട്ട് ഈ വലിയ എഡ്ജ് ഉപയോഗിച്ചിട്ട് ഇതിനെ വരിഞ്ഞ് ചുറ്റുകയാണ് ചെയ്യുക. ഈ ഫ്രീ ആയിട്ടുള്ള എൻ്റെ അവിടെ കാണണം. എന്നിട്ട് ഇതിനെങ്ങനെ വരിഞ്ഞ് നമ്മൾ ചുറ്റും. നല്ല ടൈറ്റായി ചുറ്റാം. ഇതുപോലത്തെ ഈ സ്പൈറൽ നോട്ട് ഇട്ടിട്ടുള്ള മൾട്ടി കളർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഹാങ്ങർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും പോയി കാണാം കേട്ടോ. ഈ നോട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള എൻ്റെ ഇവിടെ നമ്മളൊരു ലൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്കെടുക്കാം. എന്നിട്ട് ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഈ എൻഡ് പിടിച്ച് നമുക്ക് വലിക്കണം. നോക്കിക്ക്. ഇത് നല്ല ടൈറ്റായിട്ടുള്ള കെട്ടായി. 8 ഇഞ്ച് പോട്ടിന് വേണ്ടി നമ്മൾ എടുക്കുന്ന 2.6 മീറ്റർ റോപ്പാണ്. ഇത്രയും നമുക്ക് ആവശ്യം വന്നിട്ടില്ല. എക്സ്ട്രാ റോപ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എപ്പോഴും കുറച്ച് കൂടുതൽ റോപ്പ് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് നീളം തികയാണ്ട് വന്ന മൊത്തത്തിൽ വേസ്റ്റായി പോവില്ലേ. എക്സ്ട്രാ റോപ്പെല്ലാം കട്ട് ചെയ്ത് ചെട്ടി അതിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാം.